തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് നേരെ ബാംഗ്ലൂർ വന്ന് ഇത്തരത്തിലൊരു വാഹനം റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണോ? പണ്ട് കാലത്ത് M80-ലാണ് നമ്മൾ മീൻ വിറ്റിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ മീൻ വിറ്റിരുന്നതെങ്കിൽ, ഇന്ന് ബുള്ളറ്റിൽ വരെ മീൻ വെക്കുന്ന ഒരു കാലമാണല്ലേ. ഇത് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയൊക്കെ കൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. രൂപം കൊണ്ടൊക്കെ ഇതിനെ തള്ളി പറയാനോട്ട് നോക്കണ്ട, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് മുഴുവൻ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ വണ്ടിയുടെ കേപ്പബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പം ബാംഗ്ലൂരാണ് നിൽക്കുന്നത്. ഓസോടെക് എന്ന് പറയുന്ന കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഏറ്റവും പുതിയ EV സ്കൂട്ടർ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ പേര് ഭീം എന്നാണ്. ഇതൊരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിളാണ്. അപ്പോൾ മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന് പറയുമ്പോൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു EV ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് EV എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുമ്പോൾ നമ്മുടെ നാടുകളിലുള്ള ബൈക്കുകൾ അല്ലെങ്കിൽ EV സ്കൂട്ടറുകളെ കുറിച്ചാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഏറ്റവും കൂടുതൽ വിപ്ലവം സൃഷ്ടിച്ച ഓല എന്ന് പറഞ്ഞ ബൈക്കിനെ കുറിച്ച് അല്ലെങ്കിൽ സ്കൂട്ടറിനെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ എയ്തർ അറിയാം, പ്രീമിയം സെഗ്മെന്റിലുള്ള എയ്തർ അറിയാം, TVSൻ്റെ iQube, അതുപോലെ കോമാക്കി, അതുപോലെ ഒരുപാട് ചൈനീസ് ബ്രാൻഡുകളൊക്കെ ഒരുപാട് നമ്മുടെ നാടുകളിലുണ്ട്. പക്ഷേ ഇത് പക്ക നമ്മുടെ ഇന്ത്യൻ മേക്കായിട്ട് വരുന്നൊരു കമ്പനി, കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിളാണ്. ആ വെഹിക്കിൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ വെഹിക്കിൾ. ഈ ഒരു വെഹിക്കിൾ നിങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടിയിട്ടുണ്ടല്ലോ. ഞാനും തീർച്ചയായിട്ടും ഞെട്ടിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് നേരെ ബാംഗ്ലൂർ വന്ന് ഇത്തരത്തിലൊരു വാഹനം റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണോ വന്നിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. കാരണം നമ്മുടെ മനസ്സിലെ സങ്കല്പങ്ങളെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു വെഹിക്കിളാണ് ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭീം എന്ന് പറഞ്ഞ വെഹിക്കിൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചുകൂടെ സ്റ്റൈലിഷ് ഐക്കണായിട്ടുള്ള വാഹനങ്ങളാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. ഈവൻ പണ്ട് കാലത്ത് M80-ലാണ് നമ്മൾ മീൻ വിറ്റിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ മീൻ വിറ്റിരുന്നതെങ്കിൽ, ഇന്ന് ബുള്ളറ്റിൽ വരെ മീൻ വെക്കുന്ന ഒരു കാലമാണല്ലേ. അപ്പം അത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള വാഹനങ്ങളിലേക്കാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് തമിഴ്നാട്ടിലായിരുന്നു ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പൊതുവേ നമ്മൾ കാണും. നമ്മുടെ അയൽ സംസ്ഥാനം തമിഴ്നാട് ആയതുകൊണ്ടും നമ്മൾ കൂടുതൽ കാണുന്ന വാഹനങ്ങൾ തമിഴ്നാട്ടിലെ വാഹനങ്ങളായതുകൊണ്ട് നമുക്ക് മോപ്പഡ്, അതുപോലെ തന്നെ M80 പോലുള്ള വാഹനങ്ങളാണ് നമ്മൾ സാധാരണ ഇത്തരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം കണ്ടാൽ ഒരു ഭയങ്കര റഫ് ലുക്ക് വരുന്ന ഈ വാഹനത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അഗെയിൻ വെൽക്കം ടു റോബ് മൈ ഷോ. അപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ് ഇതാണ്. അപ്പം രൂപം കൊണ്ടൊക്കെ ഇതിനെ തള്ളി പറയാനോട്ട് നോക്കണ്ട, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് മുഴുവൻ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ വണ്ടിയുടെ കേപ്പബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിലേക്ക് മുമ്പായിട്ട് നമുക്ക് ആദ്യമേ ഈ ഓസോടെക് എന്ന് പറഞ്ഞ കമ്പനിയെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. 2002-ലാണ് ഓസോടെക് എന്ന് പറഞ്ഞ കമ്പനി കോയമ്പത്തൂർ രൂപപ്പെടുന്നത്. പക്ക ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അപ്പോൾ ബേസിക്കലി ഇവർക്ക് സാധാരണ നമ്മുടെ നാടുകളിൽ EV വരുന്നത് പലപ്പോഴും ചൈനീസ് പ്രൊഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അത് നമ്മുടെ നാട്ടിൽ അസംബിൾ ചെയ്തതിന് ശേഷമാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. അതായത് പല പ്രോഡക്റ്റുകളും അസംബിൾ ചെയ്ത്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഓസോടെക് എന്ന് പറഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് ഇൻഹൗസ് ആയിട്ടാണ് ഇതിൻ്റെ ബാറ്ററി, മോട്ടർ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. പക്ക 100% ഇന്ത്യൻ ബ്രാൻഡാണെന്നുള്ളതാണ്. അപ്പോൾ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2002-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. K. ഭരതൻ എന്ന് പറയുന്ന ഒരാൾ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്. അപ്പം തുടക്കത്തിൽ അവർ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് തുടക്കത്തിൽ ആദ്യമേ ചെയ്തതെന്ന് പറഞ്ഞാൽ ഓഫീസുകളിലൊക്കെ വെക്കുന്ന ഫിക്സഡ് ലാൻഡ് ലൈനിൽ വയർലെസ് ഇട്ട് വർക്ക് ചെയ്യുന്ന, അതായത് സിം ഇട്ട് വർക്ക് ചെയ്യുന്ന ആ യൂണിറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം പിന്നീട് ചെയ്തിരുന്നത് പറഞ്ഞാൽ കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ മേഖലയാണ്. അത് പ്രത്യേകിച്ച് തുണിത്തരങ്ങൾ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആയതുകൊണ്ട് അവിടെ ഒരുപാട് മെഷീനറികൾക്ക് വേണ്ടിയുള്ള ഈ പറയുന്ന പോലെ കൺട്രോൾ ബോർഡുകൾ, അതേപോലെ പാനൽ ബോർഡുകളൊക്കെയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിൻ്റെ മോട്ടറൊക്കെ പ്രവർത്തിപ്പിക്കുക, ആ മോട്ടറിൻ്റെ കൺട്രോൾ ബോർഡ്സൊക്കെയാണ് അവിടെ അദ്ദേഹം നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വർഷങ്ങളോളം അങ്ങനെ ആ മേഖലയിൽ പ്രവർത്തിച്ചതിന് ശേഷം, ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് പ്രവർത്തിച്ചതിന് ശേഷം, ഇപ്പോൾ 2018 അവരാദ്യം ഇറക്കിയിരിക്കുന്ന വാഹനത്തിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പേര് ഫ്ലിയോ എന്നാണ്. അതിനുശേഷം ഫ്ലിയോ പ്ലസ് 2 മോഡലുകൾ ഓൾറെഡി ഇറക്കിയിരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി അവർക്ക് തമിഴ്നാട്ടിൽ തന്നെ ഏകദേശം 6500-ഓളം വണ്ടികൾ വിൽക്കാനായിട്ട് സാധിച്ചു. 5 ജില്ലകളിലായിട്ട് 35ഓളം ഔട്ട്ലെറ്റുകളുണ്ട്. ഏകദേശം 42ഓളം സർവീസ് സെൻ്ററുകളുണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ഒരു കുത്തകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓസോടെക്, അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലിയോ എന്ന് പറഞ്ഞ സ്കൂട്ടറുകൾ എന്ന് പറയുന്നത്.
ഓക്കെ. ബേസിക്കലി ഇവര് കോയമ്പത്തൂർ തന്നെയാണ് ഇവരുടെ ഫാക്ടറിയും കരിമ്പത്താംപട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവർക്ക് ഏകദേശം 30,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ളൊരു വലിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് നിലവിലുണ്ട്. അപ്പം അതിൻ്റെ അകത്താണ് ഈ വാഹനങ്ങളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രസക്തി എവിടെയാണ് കിടക്കുന്നത് നമുക്ക് നോക്കാം. സാധാരണ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കൂടുതൽ സ്റ്റൈലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനത്തിലുള്ള തമിഴ്നാട് പോലുള്ള അവിടുത്തെ വ്യവസായികൾ മാക്സിമം കുറഞ്ഞ ചിലവിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അവർ സ്റ്റൈലിനൊന്നും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈവൻ ബെൻസ് പോലുള്ള വാഹനങ്ങൾ വാങ്ങിച്ചാൽ പോലും വീടുകളുടെ മുറ്റത്തല്ല റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു കൾച്ചർ നമ്മൾ തമിഴ്നാട്ടിലും ബാംഗ്ലൂരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മളെ സംബന്ധിച്ചോളം അതിന് തന്നെ സെപ്പറേറ്റ് ഒരു വീടൊക്കെ നമ്മൾ നിർമ്മിക്കുന്ന ഒരു രീതികളൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ ഇവരെ പോലെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളല്ലെന്നുണ്ടെങ്കിൽ കേരളം വിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് കൂടുതലായിട്ട് യൂട്ടിലിറ്റി ഉള്ള വാഹനങ്ങളാണ് പൊതുവെ ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നമ്മളെ ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനം ഒരു ഫുൾ ചാർജിൽ 515 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഫുൾ ചാർജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും മാക്സിമം പല തരത്തിലുള്ള ബാറ്ററി കോൺഫിഗറേഷൻസിലുണ്ട്. അതിനകത്ത് ലിഥിയം അയൺ വരുന്ന 10 കിലോ വാട്ടിൻ്റെ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ 515 കിലോമീറ്റർ ട്രാവൽ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 10 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 10 യൂണിറ്റ് കറണ്ടാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. 10 യൂണിറ്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 രൂപയൊക്കെയാണ് യൂണിറ്റ്, 5 മുതൽ 7 വരെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50 അല്ലെങ്കിൽ 70 രൂപയ്ക്കാണ് 515 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാറശാല മുതൽ നമുക്ക് അങ്ങേയറ്റം അല്ലെങ്കിൽ കളിയിക്കവള മുതൽ നമുക്ക് അങ്ങേയറ്റം കാസർഗോഡ് അങ്ങേയറ്റം വരെ നമുക്ക് ഒറ്റ ചാർജിൽ സഞ്ചരിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒറ്റ ചാർജിൽ സഞ്ചരിക്കാമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അടുപ്പിച്ച് നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പല ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ചാർജ് ചെയ്താൽ മതി. അപ്പോൾ അത്രയും നമുക്ക് ഡ്യൂറബിലിറ്റി അല്ലെന്നുണ്ടെങ്കിൽ റേഞ്ച് നമുക്ക് ഈ വാഹനത്തിനകത്ത് ലഭിക്കും എന്നുള്ളൊരു പ്രത്യേകതയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെറും 90 കിലോ മാത്രം വെയിറ്റുള്ള ഈ വാഹനത്തിൻ്റെ പേലോഡ് കപ്പാസിറ്റി, അതായത് ഈ വാഹനം മൊത്തം 350 കിലോ ഇതിന് ചലിപ്പിക്കാനായിട്ട് അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ റഫ് ലുക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു 14ഓളം ആക്സസറീസ് ആഡ് ചെയ്യാം. പ്രധാനമായിട്ടും ഇത് നമുക്കറിയാം, തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നമുക്കറിയാം വലിയ ബീഡിപ്പെട്ടി അല്ലെങ്കിൽ ഈ സിസറിൻ്റെ വലിയ ബോക്സ് കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ തമിഴ്നാട്ടിലെ മറ്റേ മോപ്പട്ടിനകത്ത് ഒരുപാട് പുൽക്കെട്ടും ഒക്കെ നിങ്ങൾ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട് അല്ലേ. അതേപോലെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു മൾട്ടി പർപ്പസ് വെഹിക്കിളായിട്ട് നമ്മൾ പറയുന്നത്. സാധാരണ നമ്മൾ കാറുകളൊക്കെയാണ് മൾട്ടി പർപ്പസ് ആയിട്ട് വരുന്ന വെഹിക്കിളായിട്ട് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ സ്കൂട്ടറിൻ്റെ EV സെഗ്മെൻറ്റിലും ഇതൊരു മൾട്ടി പർപ്പസ് ആയിട്ട് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് വെഹിക്കിളിനെ സംബന്ധിച്ച് 3 പാർട്സ് ആണുള്ളത്. അല്ലെങ്കിൽ എല്ലാ വാഹനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്കൂട്ടർ സെഗ്മെൻറ്റിൽ ബൈക്ക് സെഗ്മെൻറ്റിൽ 3 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് വാഹനത്തിൻ്റെ ഷാസി അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഫ്രെയിമാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു എൻജിൻ, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഫ്യൂവൽ അല്ലെങ്കിൽ ആ ഒരു സംവിധാനങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ ട്യൂബുലാർ ഫ്രെയിമാണ്, രണ്ടാമത് ഇതിൻ്റെ മോട്ടർ, അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി. ഈ 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ 3 യൂണിറ്റ്സിൻ്റെയും പ്രത്യേകതകളാണ് നമ്മൾ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഡിസൈൻ വൈസ് ഒക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം ഒരു ഡബിൾ ട്യൂബുലാർ ഫ്രെയിമിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പ്രത്യേക രീതിയിൽ, അതായത് ഈ വാഹനത്തിന് വെയിറ്റ് കൂടാനും പാടില്ല, എന്നാൽ വാഹനത്തിന് ഭയങ്കര ബലവും വേണം. അതായത് 350 കിലോ ലോഡ് എടുക്കുകയും വേണം, എന്നാൽ വാഹനത്തിൻ്റെ വെയിറ്റ് കുറയുകയും വേണം. അതുകൊണ്ട് എന്താ ചെയ്തിരിക്കുന്നത്, ട്യൂബുലർ ആയിട്ടുള്ള ഫ്രെയിംസിലാണ് ഈ വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രോങ് റിജിഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം എന്ന് പറയുന്നത്. വാഹനം മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞ 90 കിലോസ് ആണ്. 350 കിലോ നമുക്ക് വാഹനത്തിൽ ലോഡ് ചെയ്യാം. അതായത് നമുക്ക് ഇവിടെ വെക്കാമെന്നില്ല, ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുറേ സാധനങ്ങൾ വയ്ക്കാം, ലൈക്ക് ഗ്യാസ് കുറ്റിയൊക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. അതേപോലെ നമുക്ക് ഈ സൈഡിലേക്ക് നമുക്കറിയാം ഈ പാലൊക്കെ കൊണ്ടുപോകുന്നവർക്ക് വേണ്ടിയുള്ള ട്രേകൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3, 4, 5 ട്രേ ഒക്കെ 5 പാൽക്കുറ്റികൾ നമുക്ക് 50 ലിറ്ററിൻ്റെയൊക്കെ പാൽക്കുറ്റികൾ നമുക്ക് നിറച്ച് വെക്കാൻ പറ്റും. അപ്പോൾ അതും വെച്ചുകൊണ്ട് ഈ വാഹനം വളരെ ഈസി ആയിട്ട് നമുക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെയധികം ഒരു പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ നമുക്ക് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ വ്യവസായത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഈ വാഹനത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഈ വാഹനത്തിൻ്റെ ഡിസൈനിലേക്ക് വരുമ്പോഴത്തേനും ഒരു റെട്രോ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളിലും. പ്രത്യേകിച്ച് നമ്മൾ ഫ്രണ്ടിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വട്ട ഹെഡ് ലാംപ്സ്, അതൊരു ഹാലജൻ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. അതും ഭയങ്കര ഒരു റെട്രോ സ്റ്റൈലാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു മോഡേൺ എലമെൻസിൻ്റെ ഭാഗമായിട്ട് 2 വശത്തായിട്ട് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും. LED ആണ് വരുന്നത്. ഓക്കെ, ഈ വാഹനത്തിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ടെലസ്കോപ്പിക് ആയിട്ടുള്ള 2 സസ്പെൻഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാഹനം കംപ്ലീറ്റ്ലി ഒരു മെറ്റൽ ബോഡിയാണ് വരുന്നത്. അതിൻ്റെ ഏറ്റവും കോൺസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള എല്ലാ പാർട്സും മെറ്റലിൽ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്.
താഴോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു 16 ഇഞ്ച് പ്രൊഫൈൽ വരുന്ന ഒരു ടയർ നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്. 130 മില്ലിമീറ്ററിൻ്റെ ഡ്രം ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സ്പോക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പഴയ നമ്മൾ സൈക്കിളൊക്കെ ഓടിക്കുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അലോയ്സ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ സ്പോക്സ് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് പഴയ രീതിയിലാണ് വരുന്നത്. കാരണം അലോയ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭംഗിയേക്കാളും അല്ലെങ്കിൽ കോസ്റ്റിനേക്കാളും ഒക്കെ കട്ട് ചെയ്ത് നമുക്ക് യൂട്ടിലിറ്റിയാണ് നമ്മൾ വാഹനത്തിനകത്ത് പൊതുവേ നമ്മൾ കാണുന്നത്. ഇവിടെ റിഫ്ലക്ടർ നമുക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. പിന്നെ ഇത് നമുക്ക് ബ്രേക്സിൻ്റെ കേബിളാണ്. ബ്രേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോംബി ബ്രേക്ക് സിസ്റ്റമാണ് വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം അത് നമുക്ക് ഈ ഒരു ഹോണ്ടയിലൊക്കെ പേറ്റൻറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ആയിട്ട് വരുന്ന ഡിസ്ക് കോംബി ബ്രേക്സ് ഒക്കെ വരുന്നത്. അപ്പോൾ അത് 2 ബ്രേക്കും ഒരേപോലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വണ്ടി സ്കിഡ് ആകാതെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ബ്രേക്ക് സിസ്റ്റമാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു വാഹനത്തിൻ്റെ ഈ ഒരു മിഡിൽ പോർഷനിലേക്ക് വരുമ്പം 2 പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂട്ടാണ് വരുന്നത്. പ്രധാനമായിട്ട് ബാറ്ററി യൂണിറ്റാണ്, അതുപോലെ തന്നെ തൊട്ട് ബാക്കിലായിട്ട് മോട്ടറുണ്ട്. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് പാനലൊക്കെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് പറയാം. അപ്പോൾ നമുക്കിനി ബാറ്ററിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ ബീമിൻ്റെ ബാറ്ററി ടെക്നോളജിക്ക് നേരത്തെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം വെച്ചാൽ ഇവർ ആദ്യമേ ഫ്ലിയോ ഇറക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഫ്ലിയോ പ്ലസ് ഇറക്കുന്ന സമയത്തും തന്നെ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് ലിഥിയം അയൺ ബാറ്ററീസ് ആണ്. ഇവർക്ക് പൊതുവേ ഉള്ളതെന്ന് പറഞ്ഞാൽ ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററീസ് ആണ് പൊതുവേ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ലിഥിയം അയണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു ചാർജിങ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈ ബാറ്ററീസിന് പൊതുവെ കുറവാണ്. കാരണം ഈ ഒരു അതായത് ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററീസിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഇതിന് ഭയങ്കര ലൈഫായിരിക്കും. അപ്പോൾ അന്ന് തന്നെ ഇവർ ബാറ്ററിക്ക് ഏകദേശം 15+ ഇയേഴ്സാണ് ഇവർ പറയുന്നത്. 6 വർഷം 6 വർഷം അവർ വാറണ്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ വാഹനത്തിനകത്ത് 2 ടൈപ്പ് ഓഫ് ബാറ്ററീസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന ഒരു ഏരിയയാണ് അതിൻ്റെ ബാറ്ററി ഏരിയ എന്ന് പറയുന്നത്. ബാറ്ററി ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ വാഹനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ബാറ്ററി തന്നെയാണ്. ബാറ്ററിയും മോട്ടറും തന്നെയാണ്. അപ്പോൾ മോട്ടർ വരുന്നത് ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരും. അത് കുറച്ചുകൂടെ ക്ലോസർ നിങ്ങൾക്ക് ബി റോൾ ഇടുമ്പോൾ കാണിച്ചു തരാം. ഒരു 3 കിലോ വാട്ടിൻ്റെ മോട്ടറാണ് വരുന്നത്. BLDC വരുന്നത്, ബ്രഷ്ലെസ് DC മോട്ടറാണ് വരുന്നത്. അപ്പം ഈ ഒരു ബാറ്ററിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം ബാറ്ററി ആണല്ലോ ഇലക്ട്രിക് വാഹനങ്ങളുടെ റേഞ്ച് നിർണ്ണയിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പറഞ്ഞു വരുമ്പോൾ 2 തരത്തിലുള്ള ബാറ്ററീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററി ഉണ്ട്, അതേപോലെ തന്നെ ലിഥിയം അയൺ ബാറ്ററി ഉണ്ട്. അപ്പോൾ ലിഥിയം അയൺ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററിയേക്കാളും ചാർജിങ് ഡെൻസിറ്റി കൂടുതലുള്ള ബാറ്ററിയാണ്. അതായത് കുറച്ച് സ്പേസിൽ കൂടുതൽ ചാർജൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയാണ്. മറ്റേന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സൈസ് നമുക്ക് ഏരിയ വേണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കോമ്പാക്റ്റ് എപ്പോഴും ലിഥിയമാണ്, അതുകൊണ്ടാണ് അതിനെപ്പോഴും വിലയുടെ ഒരു ഇതിൽ കൂടുതൽ നിൽക്കുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് 2 കോൺഫിഗറേഷൻസ് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു വാഹനത്തിനകത്ത് നമ്മൾ ലിഥിയം അയൺ ഉപയോഗിക്കുന്നെങ്കിൽ 3 കോമ്പിനേഷൻസിലാണ് നമുക്ക് കിട്ടുന്നത്. 5 കിലോ വാട്ട്, 7 കിലോ വാട്ട്, 10 കിലോ വാട്ട്. 10 കിലോ വാട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഈ 515 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നത്. അതിന് ഏകദേശം 2 ലക്ഷത്തോളം വില വരുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ ബേസ് മോഡലായിട്ടുള്ള ഈ പറയുന്ന ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററി ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1.7 കിലോ വാട്ടിൻ്റെ ബാറ്ററി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 65,000 രൂപയ്ക്ക് ഈ വാഹനം വാങ്ങിക്കാൻ പറ്റും. അതിന് കൂടെ തന്നെ നമുക്ക് 2.6ഉം അതുപോലെ തന്നെ 4 കിലോ വാട്ട് ബാറ്ററീസും ഇതിൻ്റെ ഒരു ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററി വരുവാണെന്നുണ്ടെങ്കിൽ 4 കിലോ വാട്ടാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ അവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ലിഥിയം അയണിലേക്ക് വരും 10 വരെ നമുക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ സേഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു IP68 റേറ്റഡ് ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ്. അപ്പം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങിയെന്ന് പറഞ്ഞാലോ അല്ലെന്നുണ്ടെങ്കിൽ ഡസ്റ്റോ റെയിനോ ഒന്നും പ്രശ്നമില്ല. അതുപോലെ അതിൻ്റെ കൺട്രോൾ യൂണിറ്റ് IP65 റേറ്റഡ് ആണ്. അതും നമുക്ക് ചെറുതായിട്ട് വെള്ളമൊന്നും സ്പില്ല് ചെയ്ത കുഴപ്പമില്ല, മുക്കിയിടാൻ പറ്റുമെന്നല്ല പറയുന്നത്. ബാറ്ററി കുറച്ചും കൂടെ സെക്യൂരിറ്റി ആയിട്ടുള്ള ബാറ്ററിയാണ്. കൺട്രോളേഴ്സും ഇതേപോലെ കുറച്ചുകൂടെ കൺട്രോൾ എന്താ പറയുന്നത് സേഫ്റ്റി മെഷേഴ്സ് എൻഷുർ ചെയ്തിരിക്കുന്ന ഒരു ബാറ്ററിയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതാണ് ബാറ്ററിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ചാർജിങ് സൈക്കിളിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി 4 മണിക്കൂർ 50 മിനിറ്റും കൊണ്ട് വാഹനം നമുക്ക് ഫുള്ളി ചാർജ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ തന്നെ നമുക്ക് ഒരു ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനും വണ്ടിക്കകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് പക്ഷേ ഇപ്പോൾ ഈ വാഹനത്തിനകത്ത് പോർട്ട് കൊടുത്തിട്ടില്ല. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനോടെ നമുക്ക് കൊടുക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ചാർജറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ബാറ്ററി എത്ര സമയം കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കത് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഒരു ചാർജിങ് പോർട്ടും സ്ലോക്കറ്റും ഒക്കെ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഇട്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വാഹനത്തിൻ്റെ സീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വളരെ കൺവെൻഷനലായിട്ട് വരുന്ന ഒരു സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അത്യാവശ്യം ഭയങ്കര വീതി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിൻഭാഗം കറക്റ്റായിട്ട് ഇരിക്കാൻ പാകത്തിലുള്ള വീതിയുള്ള സീറ്റുകളായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ വാഹനത്തിൻ്റെ ഫ്രെയിമിൻ്റെ എക്സ്റ്റൻഷനൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഫ്രെയിമിനകത്തൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ധാരാളം ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഹോൾസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ 14ഓളം ആക്സസറീസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ മൗണ്ട് ചെയ്യാനുള്ള ഹോൾസ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മൾട്ടി ടെറൈൻ അതുപോലെ മൾട്ടി പർപ്പസ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ആക്സസറീസ് ആഡ് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇനി ഈ ഒരു വശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മോട്ടർ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് ആ BLDC എന്ന് പറയുന്നത് 3 കിലോ വാട്ടിൻ്റെ മോട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 22 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു
മോട്ടറാണ്. 350 കിലോ വലിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ബാറ്ററിയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോട്ടറിൻ്റെ കപ്പാസിറ്റി ഏകദേശം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് ചെയിൻ ഡ്രൈവാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചെയിൻ ഒരു സ്പ്രോക്കറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ സാധനം തന്നെ നമുക്ക് വാഹനം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ബെൽറ്റ് ഡ്രൈവിലേക്കും മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഇത്രയും അതിൻ്റെ ഒരു ഡ്രൈവ് മെക്കാനിസം എന്ന് പറയുന്നത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേന് ആ മഡ് ഗാർഡ് കൊടുക്കാം. നല്ല പച്ച കളറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. നിലവിൽ എല്ലാ വാഹനത്തിനും ഈ പച്ച കളർ മാത്രമേ കണ്ടുള്ളൂ. ഇനി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അത് വേറെ കളേഴ്സൊന്നും ഇവിടെ കണ്ടില്ല. ഡിസ്പ്ലേ ഉള്ള എല്ലാ വെഹിക്കിൾസും പച്ച കളർ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പം ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു വലിയ ലൈറ്റ്, നമുക്കൊരു ടെയിൽ ലാമ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം പുറകിൽ നിന്നുള്ള ഈ ചെറിയ ഒരു ഇത്ര ലോഡ് കൊണ്ടൊക്കെ ഒരു വാഹനം ആയതുകൊണ്ട് വലിയ ലൈറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. ലൈറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ട് വശത്തായിട്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ടാണ് ലൈസൻസ് പ്ലേറ്റിൻ്റെ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ലൈസൻസ് പ്ലേറ്റ് എന്ന് പറയുന്നത്, അതായത് 25 കിലോമീറ്ററിൻ്റെ മുകളിലേക്കാണ് വാഹനം നമ്മൾ ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എയർ സർട്ടിഫിക്കേഷൻ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും വേണം. അതുപോലെ നമുക്ക് വാഹനത്തിന് നമ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വാഹനം രജിസ്റ്റർ ചെയ്യേണ്ടതും ആവശ്യമാണ്. അപ്പോൾ ഈ ഏറ്റവും ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് റിഫ്ലക്ടർ ആണ്, ഇവിടെ ഒരു ചെറിയൊരു മഡ് ഗാർഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ ഡിസൈൻ ആയിട്ടുള്ള സ്പെക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് പാനലിലേക്കൊക്കെ നോക്കാം. ഈ ഒരു വശത്ത് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നോക്കാം. അപ്പോൾ ഇതൊരു ലക്ഷറി വാഹനമൊന്നുമല്ല, ഇതൊരു കൊമേഴ്ഷ്യൽ പർപ്പസാണ്. ഞാൻ പറഞ്ഞല്ലോ, മിനിമം ചിലവിൽ മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പം ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് പാനലിലേക്ക് വരുന്ന സമയത്ത് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു സ്പീഡോമീറ്റർ കാണാനായിട്ട് പറ്റും. വാഹനത്തിൻ്റെ ഒരു ടോട്ടൽ ഈ പറയുന്ന പോലെ ഹൈസ്റ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 65 കിലോമീറ്റർ വേഗത അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഗാലക്സിയുടെ ഒരു മീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഹനത്തിന് താക്കോൽ വളരെ സിമ്പിളായിട്ടുള്ള താക്കോലും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ലൈറ്റ് ഓൺ ചെയ്തപ്പം കണ്ട ഇവിടെ ഒരു ഹസാർഡിൻ്റെ ഒരു സിമ്പിൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ട്രേക്കകത്ത് അധികം സംവിധാനങ്ങളൊന്നും ഇല്ല. അതിനകത്ത് ആകെപ്പാടെ 3 ഇൻഡിക്കേറ്റേഴ്സ് ആണുള്ളത്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ ലൈറ്റ്സിൻ്റെ ഇൻഡിക്കേറ്റർ, പിന്നെ വാഹനം ഓൺ ആണോ ഇല്ലെന്നൊക്കെ അറിയാനുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാനായിട്ടുള്ള ഒരു വാർണിംഗ് ലൈറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ക്ലസ്റ്ററിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ ഒരു ഹോൾഡർ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കൊരു മൊബൈൽ ഹോൾഡിംഗ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് ബ്ലൂടൂത്ത് വഴി നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ വാഹനങ്ങളൊക്കെ കണക്റ്റഡ് ഫീച്ചേഴ്സ് പോലെ ഈ വാഹനത്തിനകത്തും കണക്റ്റഡ് ആയിട്ട് ഫീച്ചേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ബാറ്ററിയുടെ റേഞ്ച്, ബാറ്ററിയുടെ ഹെൽത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് മൊബൈൽ ആപ്പ് വഴി നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് നാവിഗേഷൻ അങ്ങനെയുള്ള എല്ലാ ഓൾറെഡി നമുക്ക് ഓഡിയോ വീഡിയോ എന്തെങ്കിലും പ്ലേ ചെയ്യാനൊക്കെ നമുക്ക് പറ്റുമല്ലോ. അപ്പോൾ അതുപോലെ ഒരു മൊബൈൽ യൂണിറ്റ് നമുക്ക് ഇതുമായിട്ട് കണക്ട് പെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വശത്ത് നമുക്ക് ഹാൻഡിൽസ് നമുക്ക് ഹാൻഡിൽ ബാർ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു ഷേപ്പിലുള്ള ഹാൻഡിൽ ബാറാണ്. നമുക്കിത് ലൂസാക്കി കഴിഞ്ഞാൽ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന തരത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള റബ്ബർ ഗ്രിപ്സ് ആണ് നമ്മുടെ ഈ ഒരു ഹാൻഡിൽ വരുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ബ്രേക്സ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ വശത്തായിട്ടാണ് ഈ വാഹനം ഓൺ ആക്കുന്നതിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത്, ഇഗ്നീഷൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 3 മോഡിലാണ് നമുക്ക് വാഹനം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇതൊരു ഓട്ടോമാറ്റിക് ലൈറ്റ് ട്രാൻസ്മിഷൻ, നേരെ ബാറ്ററി കണക്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ കൈ കൊടുക്കുന്ന ഒരു 3 മോഡിൽ പവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ് കുറവായിരിക്കും, സെക്കൻഡ് കൂടും, പിന്നെ തേർഡ് അതിനും കൂടുതലായിരിക്കും. നമുക്ക് നോർമലി അറിയാമല്ലോ. അതുപോലെ ഫോർവേഡും റിവേഴ്സിനുള്ള സ്വിച്ചസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള സംവിധാനങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ആണെങ്കിൽ ലൈറ്റ്സിൻ്റെ കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കൺട്രോളും ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഹോൺ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടൊരു ഹോണും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. എന്തെങ്കിലും നമുക്കിപ്പോൾ വാണിജ്യം വ്യവസായത്തിനൊക്കെ അല്ലേ പോകുന്നത്, അപ്പോൾ നമ്മൾ കളക്ഷൻ്റെ എമൗണ്ടൊക്കെ സൂക്ഷിക്കണമല്ലോ, മൊബൈലൊക്കെ ഇട്ടിട്ട് പോകണമെന്നുണ്ടെങ്കിലോ നമുക്ക് ഈ ഒരു ട്രേ ഉപയോഗിക്കാം. അത് നമുക്ക് പൂട്ടി വെക്കാം, താക്കോൽ ഉപയോഗിച്ച് പൂട്ടാമെന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിന്, കുട്ടി വാഹനത്തിൻ്റെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നിസ്സാരക്കാരനല്ല. ലുക്ക് കൊണ്ടൊക്കെ ഇച്ചിരി ഒരു എന്താ പറയുന്നത്, നമുക്കൊരു ഡിഫറെൻറ്റ് ഫീൽ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ഫീൽ ആയതുകൊണ്ടും ഇതൊരു എന്താ പറയുക, ഒരു വൃത്തിയില്ലെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇത് ശരിക്കും പറഞ്ഞില്ല, ആ ഒരു ലക്ഷറി സെഗ്മെൻറ്റ് അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് നമ്മുടെ ബിസിനസ് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പം നിലവിൽ നമുക്ക് ഇവർ ഇറങ്ങിയിരിക്കുന്ന ഫ്ലിയോ പ്ലസ് എന്ന് പറയുന്ന 2 വാഹനങ്ങളും അവർ തമിഴ്നാട്ടിലാണ് മാത്രമാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇത് ഗ്ലോബലി ഉള്ള ഒരു ഡിസൈനിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്ലോബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയൊക്കെ കൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾ, നിയർ ബൈ ആയിട്ടുള്ള പല രാജ്യങ്ങൾ, നേപ്പാൾ പോലുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഏഷ്യയിലെ പല രാജ്യങ്ങളിലേക്ക് നമുക്കിത് കയറ്റുമതി ചെയ്യാം. അതുപോലെ ആഫ്രിക്ക പോലുള്ള പല സ്ഥലങ്ങളിലും ഇത് കയറ്റുമതി ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന മോഡൽസാണ്. പിന്നെ നമുക്കറിയാം, നമുക്ക് ഈ മോപ്പഡ് ആണെങ്കിലും ശരി, ഇതുപോലെ MIT ഒക്കെ ആണെങ്കിലും ശരി, തമിഴ്നാട് അടക്കി ഭരിച്ചിരുന്നൊരു വാഹനം. അതുപോലെ
തമിഴ്നാടിനെ ശരിക്കും അടക്കി ഭരിക്കാൻ പറ്റുന്ന ഒരു EV ആണ്. കാരണം വളരെ തുച്ഛമായിട്ടുള്ള പൈസയിൽ, വളരെ നോമിനലായിട്ടുള്ള പൈസയിൽ നമുക്കൊരു കമ്മ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സിന് ഇത് ഏറ്റവും സപ്പോർട്ടീവ് ആയിരിക്കും. അപ്പം ഇതിൻ്റെ ലോഞ്ച് ഫംഗ്ഷനാണ് ഇന്ന് കഴിഞ്ഞ്. താമസിയാതെ നമുക്ക് നമ്മുടെ നാടുകളിലും കേരളത്തിലൊക്കെ ഇതിൻ്റെ ഡീലർഷിപ്പ് വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ വാഹനം നിങ്ങൾ സ്റ്റൈൽ നോക്കി നിങ്ങളുടെ ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ നിരത്തിൽ വന്ന ഉടനെ തന്നെ വീണ്ടും ഒരു വീഡിയോയും കൂടെ ചെയ്യാം. എവിടെയൊക്കെ ഡീലേഴ്സ് ഉണ്ടെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം പറ്റുന്ന ഡീറ്റെയിൽസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, ഈ വണ്ടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പം എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വാഹനങ്ങളുടെ, അല്ലെങ്കിൽ ഒരു ആൾക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു വാഹനങ്ങളുടെ സ്റ്റൈലും ലുക്കും നിങ്ങൾ മനസ്സിൽ കാണണ്ട. ഇതിൻ്റെ യൂട്ടിലിറ്റി മാത്രം നിങ്ങൾ അനലൈസ് ചെയ്യുന്ന ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണം. അതുപോലെ അഗെയിൻ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ധാരാളം വീഡിയോസായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോപ്പ് മൈ ഷോ.